Hello friends, Technique in Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നോക്കിയന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണായ നോക്കിയ 3.2 ആണ്. അപ്പോൾ നോക്കിയ 3.2 ഫസ്റ്റ് അനൗൺസ് ചെയ്ത മൊബൈൽ വേൾഡ് കോൺഗ്രസ് 2019 അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു ഹാൻഡ്സ് ഓൺ വീഡിയോ ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ് നോക്കിയ 3.2. രണ്ട് വേരിയന്റിലാണ് അവൈലബിൾ ആവുന്നത്. 2GB റാം വേരിയന്റ് 8999 ആണ് പ്രൈസിങ്. 3GB റാം വേരിയന്റിന് 10799 ആണ് പ്രൈസിങ്. അതായത് 10,800 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. അപ്പോൾ 3GB റാമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 3GB റാമിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്. 2GB റാമിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇല്ല. 6.26 ഇഞ്ചസ് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 429 ക്വാഡ് കോർ പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ 4000 mAh ബാറ്ററി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു മെയിൻ ഹൈലൈറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നോക്കിയൻ്റെ 3GB റാമും 32GB സ്റ്റോറേജ് വേരിയൻ്റ് ആണ്. 10,799 പ്രൈസിങ്, അതായത് 11,000 റുപ്പീസിന് താഴെയുള്ള പ്രൈസിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബോക്സ് നോക്കാം. അപ്പോൾ ഇതാണ് നോക്കിയ 3.2ൻ്റെ ബോക്സിങ്. ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ്. അപ്പോൾ സൈഡ് പാനലിൽ നോക്കിയ 3.2 എന്ന് മെൻഷൻ ചെയ്ത് കാണാം. ഇനി ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ, 19:9 ആസ്പെക്ട് റേഷ്യോ, 2 ഡേ ബാറ്ററി ലൈഫ്, അതായത് 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 13 മെഗാപിക്സൽ ഓട്ടോ ഫോക്കസ് റിയർ ക്യാമറ, പിന്നെ 5 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടൺ കാണാം. അത് നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ പെട്ടെന്ന് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടനാണ്. ഫേസ് അൺലോക്ക് ഉണ്ട്. അതുകൂടാണ്ട് തന്നെ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 429 പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് മെൻഷൻ ചെയ്ത് കാണാം നോക്കിയ 3.2ൻ്റെ 3GB റാമിന് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ബോക്സ് തുറന്ന് നോക്കാം. ടിപ്പിക്കൽ നോക്കിയ ബോക്സാണ് വരുന്നത്. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ ബട്ടൻ്റെ മെൻഷൻ കാണാം. അപ്പോൾ അതൊരു ക്വിക്ക് ആക്സസ് ആണ് ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ. അപ്പോൾ നമുക്ക് ഇത് കവറിൽ നിന്ന് എടുത്തു നോക്കാം. അപ്പോൾ ഇതാണ് നോക്കിയ 3.2. അപ്പോൾ ഗ്ലോസി ഫിനിഷാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുമ്പോൾ ഇതൊരു ഗ്ലാസ് ഫിനിഷാണെന്ന് തോന്നും, പക്ഷേ ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ 3GB റാം ആയതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ പവർ ആൻഡ് വോളിയം കീസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബോട്ടം പാനലിൽ സ്പീക്കർ യൂണിറ്റും മൈക്രോ USB ചാർജിങ് സ്ലോട്ടുമാണ്. ലെഫ്റ്റ് സൈഡിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടണും സിം ട്രേ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ടോപ്പ് പാനലിൽ 3.5mm ഓഡിയോ ജാക്കാണ് വരുന്നത്. അപ്പോൾ അതായിരുന്നു ഡിവൈസിൻ്റെ ഹാർഡ്വെയർ ഫീച്ചേഴ്സ്. നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ബോക്സിനകത്തൊരു സിം ഇജക്ടർ പിൻ ഇൻക്ലൂഡഡ് ആണ്. അതുകൂടാണ്ട് തന്നെ മാനുവൽ വാറൻറ്റി ഇൻഫർമേഷനും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വരുന്ന ചാർജർ ബേസിക് ചാർജിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു USB കേബിളാണ് വരുന്നത്, മൈക്രോ USB ചാർജിങ് ആൻഡ് ഡേറ്റ സിംഗിങ് കേബിൾ. പിന്നെ ഒരു ബേസിക് ഇയർഫോൺസും ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് നോക്കാം. അപ്പോൾ ഇതാണ് നോക്കിയ 3.2 6.26 ഇഞ്ചസ് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ചും കാണാം. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി ആസച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ആണ്. HD+ റെസൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബേസിക് കളർ റീപ്രൊഡക്ഷനും ഡീറ്റെയിൽസും വരുന്നുണ്ട്. പക്ഷേ ഒരു 11,000 പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ നമുക്ക് ഫുൾ HD വരുന്നുണ്ട് ഒരുപാട് സ്മാർട്ട് ഫോൺസിൽ. പക്ഷേ ഇതിൽ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ വരുന്നുള്ളൂ. അപ്പോൾ റെസൊല്യൂഷൻ കുറച്ച് കുറവാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ബെസൽസും അത്യാവശ്യം കുറവാണ്, പക്ഷേ താഴത്തെ ബെസൽസ് കുറച്ചധികം തന്നെ ഉണ്ട്. പിന്നെ ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആയത് കാരണം അധികം നമുക്ക് എക്സ്പെക്റ്റും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് വരുന്നത് ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമിൽ ആൻഡ്രോയിഡ് 9.0 ആണ് വരുന്നത്. അപ്പോൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ ബേസിക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് അപ്പോൾ ഗൂഗിൾ പിക്സൽ ഡിവൈസസിൽ വരുന്ന പോലെ തന്നെയാണ്. പിന്നെ എല്ലാ എല്ലാ നോക്കിയ സ്മാർട്ട് ഫോൺസിലും ഇത് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൽ കുറച്ച് ജെസ്റ്റേഴ്സ് സപ്പോർട്ടഡ് ആണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ ബേസിക് എല്ലാ ഓപ്ഷൻസും തന്നെ ഇതിനകത്തും വരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നോക്കിയ 3.2ൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ അപ്ഡേറ്റ്സും സെക്യൂരിറ്റി പാച്ചസും റെഗുലർ ബേസിസിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ക്യാമറയെക്കുറിച്ച് പറയാം. ഇതിനകത്ത് വരുന്നത് 13 മെഗാപിക്സൽ റിയർ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ബേസിക് ഓപ്ഷൻസ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ബൊക്കെ മോഡ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. HDR മോഡ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം സ്ക്വയർ ടൈം ലാപ്സ്, ലെൻസ്, പനോറമ അങ്ങനത്തെ ഓപ്ഷൻസേ ഉള്ളൂ. ഇതിനകത്ത് ബൊക്കെ മോഡ് ഇൻക്ലൂഡഡ് അല്ല. ഫ്രണ്ട് ക്യാമറയിലും ബൊക്കെ മോഡ് ഇൻക്ലൂഡഡ് അല്ല. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് സെൽഫി ക്യാമറയാണെങ്കിൽ 5 മെഗാപിക്സൽ ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നോക്കിയ 3.2 നമ്മൾ അൺബോക്സ് ചെയ്തതിന് ശേഷം എടുത്ത ക്യാമറ സാമ്പിൾസ്. കുറച്ച് അത്യാവശ്യം നല്ല കളർഫുള്ളായ ഫോട്ടോസാണ് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയ ക്യാമറയെ കുറിച്ച് നമ്മൾ വിശദമായി പറയുന്നത് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ ബേസിക് ക്യാമറ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ നല്ല കളർഫുള്ളും വൈബ്രൻറ്റുമായ ഫോട്ടോസുമാണ് നോക്കിയ 3.2 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗണിൻ്റെ 429 പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ബേസിക് പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാം. ഗെയിമിങ്ങിന് പറ്റിയൊരു സ്മാർട്ട് ഫോൺ അല്ല എന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. പിന്നെ ഇതിനകത്ത് ബാറ്ററി ലൈഫാണ് നല്ലത്. 4000 mAh കപ്പാസിറ്റി ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് 2 day ബാറ്ററി ലൈഫ് കിട്ടുന്നതാണ് നോക്കിയ പറയുന്നത്. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 2GB റാമിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇല്ല, 3GB റാമിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു നോക്കിയ 3.2 അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.